ജീവിതത്തിൽ വിജയിക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണ്? നമ്മളെല്ലാവരും ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണല്ലേ? ഓരോ ദിവസവും നമ്മളുടെ ഡെയിലി റൂട്ടീൻ അനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ട 4 ഹാബിറ്റ്സ്. നിങ്ങൾ ഈ 4 ശീലങ്ങൾ നിങ്ങളുടെ ഡെയിലി റൂട്ടീനിൽ ശീലമാക്കൂ. നിങ്ങളുടെ ജീവിതം എത്രത്തോളമാണ് മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. വേക്കപ്പ് ഏർലി. അതിരാവിലെ നിങ്ങൾ എണീക്കണം. അതിരാവിലെ എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും പറയും പുലർച്ചെ 2 മണി, പുലർച്ചെ 3 മണി, 4 മണി, 5 മണി, അങ്ങനെയായിരിക്കും നിങ്ങളുടെ മൈൻഡിലുണ്ടാവുക. അതായത് ഒരു 4 മണി 5 മണി ആ ഒരു റേഞ്ച് സമയം. അതായത് ഒരു ദിവസം ഈ 4 മണി അല്ലെങ്കിൽ 5 മണി ഈ ഒരു സമയത്ത് എണീറ്റ് നോക്കൂ. നിങ്ങൾക്ക് ഒരു ദിവസം എണീറ്റ് പിറ്റത്തെ ദിവസം എന്തായാലും നിങ്ങളാവരുത് ഇന്നലെ എണീറ്റല്ലോ ഇനിയിപ്പോൾ മതി എന്ന് വെച്ച് അവിടെ കിടക്കും. ബട്ട് നിങ്ങളതൊരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് ഇങ്ങനെ തന്നെ ചെയ്താൽ നിങ്ങളുടെ ഡെയിലി റൂട്ടീൻ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു 4 മണി അല്ലെങ്കിൽ ഒരു 5 മണി എണീറ്റിക്കണേ നിങ്ങൾക്ക് അത്രയ്ക്കും സമയം നിങ്ങളുടെ ലൈഫിലുണ്ട്. അതായത് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുള്ള ആളാണെങ്കിലും കുറച്ച് മാത്രം ചെയ്യാനുള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യതയോടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ടൈമിൽ ചെയ്ത് തീർക്കാൻ കഴിയും. നിങ്ങൾക്ക് അതിനുശേഷം ഒരുപാട് സമയം നിങ്ങളുടെ ഇടയിലേക്ക് വരും. ഇപ്പോൾ പഠിക്കുന്നൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഈ ഒരു സമയത്ത് എണീക്കുക. പുലർച്ചെ 4 മണി അല്ലെങ്കിൽ 5 മണിക്ക് എണീറ്റാൽ നിങ്ങൾക്ക് അത്രയും സമയം നിങ്ങൾക്ക് അതിനുശേഷം ബാക്കിയുണ്ട്. നിങ്ങൾക്കൊരു സബ്ജക്റ്റ് പഠിച്ചാൽ തന്നെ അത്രയും സബ്ജക്റ്റ് വീണ്ടും പഠിക്കാൻ ബാക്കിയുണ്ട് അവിടെ. ഈ പുലർച്ചെയുള്ള സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ ഒരു ഡിസ്ട്രാക്ഷൻസോ ഒന്നും തന്നെ ഉണ്ടാവില്ല. നിങ്ങൾ കൂടുതൽ എനർജറ്റിക് ആയിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ പുലർച്ചെയുള്ള സമയം. മോർണിംഗിൽ നിങ്ങളെ ശല്യപ്പെടുത്താൻ ആരും തന്നെ വരില്ല. ഒരു കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുക. ആൻഡ് നിങ്ങളുടെ കോൺസെൻട്രേഷൻ ലെവൽ ആ ഒരു സമയത്ത് നല്ല ഹൈ ലെവലിലായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ആ സമയത്ത് എന്ത് ചെയ്താലും നല്ലൊരു ഹൈ മൊമെൻറ്റ് നിങ്ങൾക്ക് അന്നേരത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു എക്സാമ്പിൾ ഞാനൊരു പഠിക്കുന്ന വിദ്യാർത്ഥിയോടാണ് ഈ പറയുന്നതെങ്കിൽ അന്ന് ആ സമയത്ത് നിങ്ങളൊരു ടോപ്പിക്ക് വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് ആ രാവിലെ പഠിച്ച് തന്നെ ഒന്നെങ്കിൽ നൈറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര ക്ലിയർ ആൻഡ് കാമായിട്ട് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ക്വിക്ക് റിവിഷനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പറയാൻ പറ്റും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മളുടെ എനർജി അത്രയ്ക്കും ഹൈ ലെവലിലാണ് ഉണ്ടാവുക. മേ ബി നിങ്ങൾക്ക് ഒരു എയിം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എനിക്ക് ഇന്നേതാവണം എന്നൊരു ലക്ഷ്യമുള്ള ആളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് മോർണിംഗിൽ ഒന്ന് എഴുതി വെക്കുക. ദെൻ അതെന്ത് ചെയ്യുക, ഒന്ന് ഇമാജിൻ ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. രണ്ടാമത്തെ കാര്യം, പരാജയങ്ങളെ നിങ്ങൾ മുന്നോട്ടുള്ള ചവിട്ടുപടിയായി മുന്നോട്ട് കാണുക. എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. എൻ്റെ യൂട്യൂബ് ചാനലിന് ഒരു 1K സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ 4000 മണിക്കൂർ വ്യൂസോ അങ്ങനെ ഒന്നും തന്നെയില്ല. ബട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ അകത്തേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട്, ഒരു ദിവസം ഈ ചാനലിൽ നിന്ന് റീച്ച് ഉണ്ടാകും എന്ന് കരുതിയാണെന്ത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തോറ്റെടുത്താണെങ്കിൽ അവിടെ നിന്ന് എന്ത് ചെയ്യണം, തുടങ്ങണം. അതായത് തോറ്റു ഇനി മുന്നോട്ടേക്ക് ആവില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഇരിക്കത്തേ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യണം, മുന്നോട്ടേക്ക് കുതിക്കണം. ഒരു എക്സാം ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ജോബ് റിലേറ്റഡ് ഇഷ്യൂ ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്കൊരു ജോബ് പോയിക്കണമെങ്കിൽ അടുത്ത ജോബുണ്ട്. അതായത് അത്രയ്ക്കും അവസരങ്ങളുള്ള ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. മുമ്പുള്ള കാലമാണെങ്കിൽ നമുക്ക് പോട്ടെ എന്ന് വെക്കാം. കാരണം വെച്ചാൽ ഇന്ന് നമ്മളുടെ മുന്നിൽ അത്രയ്ക്ക് അവസരം വരുന്നുണ്ട്. ഒരു എക്സാം ഫെയിലായ കുട്ടിയാണെങ്കിൽ അടുത്ത എക്സാമിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയണം. ആ ഒരു എനർജി നിങ്ങളിൽ ബൂസ്റ്റ് ചെയ്തേ കൊണ്ടിരിക്കുക. പരാജയങ്ങൾ എത്ര തന്നെ ഉണ്ടായാലും വിജയിക്കും എന്ന മൈൻഡ് സെറ്റിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുക. ദിറ്റ്സ് ടിപ്പ് നമ്പർ 2. ടിപ്പ് നമ്പർ 3, വായനാശീലം. ഇത് നിങ്ങൾ എത്ര പേർ ചെയ്യുന്നുണ്ടെന്നോ എത്ര പേർക്ക് ഇഷ്ടമുള്ള കാര്യമാണെന്നോ എനിക്കറിയില്ല. കാരണം ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എന്നത് നമ്മളുടെ മുന്നിൽ തുറന്നിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഈ സോഷ്യൽ മീഡിയ ലോകത്ത് തന്നെയാണ് ഇന്നും ഉള്ളത്. കാരണം ഞാനൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ടാണ് വായനാശീലത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങളും കരുതും ഇവന് എന്ത് യോഗ്യതയാണ് ഈ വായനാശീലത്തെക്കുറിച്ച് പറയാനുള്ളത്. കാരണം ഞാൻ നിങ്ങൾക്കൊരു മോട്ടിവേഷണൽ സ്പീക്കറായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ജീവിതത്തിൽ വായനാശീലം നിർബന്ധമാക്കണമെന്നാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അത് എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് അന്ന് മനസ്സിലാകും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളെക്കാൾ ഒരു മുതിർന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളെക്കാൾ കുറച്ച് അറിവുള്ള അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡൻ്റാണ്, ഒരു മാഷ് അല്ലെങ്കിൽ ഒരു ടീച്ചർ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ ആ ടീച്ചറോട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, അതായത് നിങ്ങൾ ഈയിടെയായിട്ട് ഞാനൊരു ബുക്ക് വായിച്ചിരുന്നു അതിലെ കണ്ടൻറ്റ് ഇതാണ് എന്ന് വെച്ച് നിങ്ങൾ പറയുമ്പോൾ ആ ടീച്ചർക്ക് നിങ്ങളോടൊരു മതിപ്പുണ്ടാകുന്നു. അതായത് നിങ്ങളുടെ വില അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം നിങ്ങൾ ഇന്നത്തെ ജനറേഷനിലുള്ള ഒരു പയ്യനാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഗേൾ ആണെങ്കിലും നിങ്ങൾ എത്രത്തോളം വായനയ്ക്കും ബുക്കിനൊക്കെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ടെന്ന് അവർക്ക് നിങ്ങളുടെ സംസാരത്തിലൂടെ നിങ്ങൾക്ക്
അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. സപ്പോസ് നിങ്ങൾ ഒരു ട്രെയിൻ അല്ലെങ്കിൽ ബസ്സിൽ പോകുന്നു, നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്കുണ്ട്, നിങ്ങളത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും ഈ മൊബൈൽ ഫോണുകളിലും സോഷ്യൽ മീഡിയകളിലും ചെലവഴിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ വായനാശീലം ഇമ്പ്രൂവ് ചെയ്യാണ് എന്ന് കരുതുക. അപ്പോൾ നിങ്ങളുടെ അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഗേൾ അല്ലെങ്കിൽ ഒരു ബോയ് അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഏജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, അവർക്ക് നിങ്ങളെക്കുറിച്ചൊരു മതിപ്പുണ്ടാകുകയാണ്. ഒരു അപരിചിതനായ വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിന് നിങ്ങളെക്കുറിച്ചൊരു മതിപ്പുണ്ടാകുന്നു. കാരണം എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ ഈ ബുക്കുകളൊക്കെ ഇത് വായിക്കുന്ന കണ്ടിട്ട് അവർക്ക് നിങ്ങളെക്കുറിച്ചൊരു മതിപ്പുണ്ടാകുന്നു അവിടെ. സോ നിങ്ങൾ വെറുതെ ബുക്ക് തുറന്നിട്ട് അവരെയൊക്കെ ഒന്ന് ഇമ്പ്രസ് ചെയ്യുക എന്ന രീതിയിലല്ലേ ഞാൻ പറഞ്ഞത്. കാരണം നിങ്ങൾ വായന എന്നത് ഒരു ശീലമാക്കുക ഡെയിലി ലൈഫിൽ. ഓക്കെ, ദിസ് ഈസ് ടിപ്പ് നമ്പർ 3. ടിപ്പ് ആൻഡ് നമ്പർ 4, അവോയ്ഡ് പ്രോക്രാസ്റ്റിനേഷൻ. നമ്മൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളും നിങ്ങൾ ജീവിതത്തിൽ ശീലിക്കേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ഈ 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട കാര്യമാണ്. അതായത് ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്നൊരു കാര്യം ചെയ്യാൻ വിളിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടു, അപ്പോൾ വീഡിയോ കണ്ടിട്ട് കഴിയുകയാണ്, ഓക്കെ ഇന്ന് ഞാൻ എന്ത് ചെയ്യും, ഇത് ചെയ്യും, അല്ലെങ്കിൽ ഇന്ന് നാളെ ചെയ്യാം, അല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യാം എന്ന് വെച്ച് മാറ്റി കൊണ്ടുപോകുന്നതാണ് ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇന്നത്തെ കാര്യം ഇന്ന് തന്നെ ചെയ്യുക. ഈ 4 ടിപ്പും നിങ്ങൾ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.